അവനാണ് എനിക്ക് അന്നപാനീയങ്ങൾ നൽകിയത്, അവനാണ് എന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത്. എനിക്ക് രോഗം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ, എത്ര വലിയ വിശ്വകരന്മാരും സംവിധാനങ്ങളും എന്റെ മുന്നിലുണ്ടെങ്കിലും എന്റെ രോഗത്തിന് ശമനം നൽകാൻ കഴിയുന്നത് അവന് മാത്രമാണ്. ഞാൻ രോഗിയായാൽ, ഞാൻ അശക്തനായാൽ, എനിക്ക് ശക്തി നൽകാൻ, എന്റെ രോഗത്തിന് ശമനം നൽകാൻ അവനുണ്ടെന്ന ബോധം. എന്നെ മരിപ്പിക്കുന്നവൻ അവനാണ്, എന്നെ പുനർജനിപ്പിക്കുന്നതും അവനാണ്. എത്ര വലിയ സുരക്ഷകളിൽ ഒളിച്ചിരുന്നാലും അവൻ ഖളാ ചെയ്ത, അവൻ നടപ്പിൽ വരുത്താൻ പോകുന്ന സമയത്ത് എന്റെ മരണത്തെ തട്ടിമാറ്റാൻ എനിക്ക് സാധ്യമല്ല. അവൻ വിധിക്കാത്തൊരു സമയത്ത് ഞാൻ മരിക്കുകയുമില്ല. ആര് തന്നെ വിചാരിച്ചാലും എന്റെ അവധിയെത്താത്ത, അള്ളാഹു നിശ്ചയിക്കാത്ത സമയത്തിന്റെ മുമ്പ് എന്റെ ജീവനെടുക്കാൻ ആർക്കും സാധ്യവുമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസത്തെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് പ്രവാചകന്മാരിൽ ഉടനീളം നമ്മൾ കണ്ടത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാമും അനുചരന്മാരും മുന്നിൽ ചെങ്കടലാണ്, പിന്നിലുള്ളത് തങ്ങളെ കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി വരുന്ന ഫിർഔനും സൈന്യവുമാണ്. രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോയ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ ആശങ്കയോടെ പറയുന്ന രംഗം പരിശുദ്ധ ഖുർആൻ